ഈ ഹോയ് വിട്ടത് എവിടുന്നാണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും കൂടെ പോന്നോളൂ. എല്ലാവർക്കും ചിലൻ പാക്കിലേക്ക് സ്വാഗതം. കുതിരയും കഴുതയും കൈവണ്ടികളും അതുപോലെ ഇലക്ട്രിക് ഓട്ടോകളും മാത്രമുള്ള ഒരു സ്ഥലം. ഇതുവരെയായിട്ടും അവിടെ മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ ഓടാത്ത ഏഷ്യയിലെ തന്നെ ഒരേ ഒരു സ്ഥലം എവിടെയാണെന്നല്ലേ? കൂടെ പോന്നോളൂ. തിരിച്ചു വരാൻ മറക്കരുതേ. കാരണം ഒരുപാട് അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ കൂടെ തന്നെ വന്ന് വീഡിയോ കണ്ട് തിരിച്ച് നമ്മുടെ കൂടെ തന്നെ തിരിച്ചിറങ്ങാം. നമ്മുടെ സ്ഥിരം യാത്രാ സുഹൃത്തുക്കൾക്ക് പുറമെ 22 പേർ വേറെയും ഉണ്ടായിരുന്നു നമ്മുടെ ഈ യാത്രയിൽ. വെറും 2 മണിക്കൂർ ബസ് യാത്ര കൊണ്ട് തന്നെ ഇത്രയും ചേർന്ന് പോയൊരു യാത്ര, എല്ലാവരും ചേർന്ന് പോയൊരു യാത്ര ഇല്ലാന്ന് തന്നെ പറയാം. പരാതികളില്ല, പരിഭവങ്ങളില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ ഒരു ബസ് യാത്ര കഴിയുമ്പോഴേക്കും എല്ലാവരെയും കളിയാക്കാനും തമാശ പറഞ്ഞ് ചിരിക്കാനുമുള്ള അവസരം ഒരുക്കിയ നമ്മുടെ ട്രാവൽ ഏജൻസി യാത്രാനന്ദിയോടും ആദ്യമേ നന്ദി പറയുന്നു. 800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹിൽ സ്റ്റേഷൻ. വാഹനങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. പെട്രോൾ ഡീസൽ വാഹനങ്ങളില്ല. ഇലക്ട്രിക് ഓട്ടോ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ പ്രവേശിപ്പിക്കാറില്ല. ഇനി ഈ സ്ഥലം എവിടെയാണെന്നല്ലേ നിങ്ങൾ നേരത്തെ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാഥേരൻ ആണ് ഈ സ്ഥലം, മഹാരാഷ്ട്രയിലെ മാഥേരൻ. ഇതാണ് ടോയ് ട്രെയിൻ. ഇനി അവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് പറയാം. ട്രെയിൻ വഴി പനവേലെത്തി, അവിടുന്ന് ബസ് വഴി നേരാലിൽ നിന്ന് ഷെയർ ടാക്സി വഴി ദസ്തൂരി നാഗ എന്നുള്ള സ്ഥലത്തെത്തും. ഫോറസ്റ്റ് എൻട്രി പോയിന്റാണ് ദസ്തൂരി നാഗ. അവിടെ നിന്ന് കുറച്ചു നേരം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമാൻ ലോഡ്ജ് എന്നുള്ള സ്ഥലത്തെത്തും. ഈ അമാൻ ലോഡ്ജ് ടോയ് ട്രെയിൻ ഉണ്ട്. ഈ ടോയ് ട്രെയിൻ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോയ് ട്രെയിൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. പക്ഷേ നമുക്കെന്ന് വെച്ചാൽ വിന്റർ സീസണിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ എത്തി മണ്ണിടിച്ചിലുള്ളത് കൊണ്ടാണ് നേരാലിൽ നിന്ന് ഡയറക്റ്റ് ഹിൽ സ്റ്റേഷനിലേക്ക് ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റാത്തത്. വിന്റർ സീസൺ ആവുമ്പോൾ ഇത് അവർ ക്യാൻസൽ ചെയ്യും. അമാൻ ലോഡ്ജിൻ്റെ ആ ഒരു സ്റ്റേഷൻ തൊട്ടിട്ട് ഹിൽ സ്റ്റേഷൻ വരെയാണ് ഇപ്പം ആ ഒരു ഫെസിലിറ്റി, ബുക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഉള്ളത്. അതും ഡയറക്റ്റ് അവിടെ സ്റ്റേഷനിലെത്തി 45 മിനിറ്റ്, വണ്ടി പുറപ്പെടുന്നതിന് 45 മിനിറ്റ് മുൻപ് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാൾക്ക് 4 ടിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. 55 രൂപയാണ് ട്രെയിൻ ഫെയർ. അതും ക്ലാസ് ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ട്രെയിനൊക്കെ ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ പലവിധ ടൈപ്പ് ക്ലാസ് ഉണ്ട്. നമ്മൾ 55 രൂപയുടെ ട്രെയിൻ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രാക്ക് വഴിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നല്ല മഴയുണ്ടായിരുന്നു, ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു. 2 to 3 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. അത്രയും ദൂരം നടന്നാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് താഴെ നിന്ന് അമാൻ ലോഡ്ജിന്റെ അവിടെ നിന്ന് കുതിരപ്പുറത്തോ അതുപോലെ ആൾക്കാർ വലിക്കുന്ന കൈവണ്ടിയിലോ അതുപോലെ ഇലക്ട്രിക് ഓട്ടോയിലോ നമുക്ക് ഇവിടെ എത്താം, ഹിൽ സ്റ്റേഷനിൽ എത്താം. പക്ഷേ ഇത്രയും ദൂരം വരുന്നതിന് അത്രയും സമയം തന്നെ നമ്മൾ അവിടെ ഇലക്ട്രിക് ഓട്ടോന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. കുതിരപ്പുറത്താണെങ്കിൽ കുതിര ഇഷ്ടം പോലെ ഉണ്ട്, നിറയെ കുതിരകളുണ്ട്, അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് കുതിരപ്പുറത്ത് വരുന്നതിന്. കൈവണ്ടിയിൽ ആൾക്കാർ വലിച്ചു കൊണ്ടുവരുന്ന ഇതുണ്ട്, ആ ഒരു സൗകര്യവും ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ വേറെ വല്ലതും കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ കമൻ്റ് ഇട്ടോളൂ. ഞാനും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂടെ വന്നവരും അതിന് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. മഴയുള്ള സമയമാണ് ഇവിടെ സീസൺ ആരംഭിക്കുന്നത്. പച്ചപ്പും മഴയും മഞ്ഞും അതുപോലെ ട്രെക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരു ജൂലൈ ആ ഒരു മാസം തുടങ്ങുമ്പോഴേക്കും വന്നു കഴിഞ്ഞാൽ ഒരുപാട് മഴയും മഞ്ഞും ഇല്ലാതെ നമുക്ക് അതുപോലെ തന്നെ മഴ ആസ്വദിക്കാനും പറ്റും. മഞ്ഞുകൊണ്ട് കാഴ്ചകൾ മങ്ങാതിരിക്കാനും സാധിക്കും. കഴിയുന്നതും രാവിലെ തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. നമ്മൾ പോയ ദിവസം മുഴുവൻ കോടയായിരുന്നു. കോടമഞ്ഞുകൊണ്ട് പല കാഴ്ചകളും നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയെങ്കിലും നമുക്ക് എല്ലാം മറച്ച് മഞ്ഞ് പുതച്ച് കിടക്കുകയായിരുന്നു എല്ലാ വ്യൂ പോയിന്റും. ചാർലോട്ട് ലേക്കിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. ഈ ചാർലോട്ട് ലേക്കിലേക്ക് പോകുന്ന ഞാനിത് പ്രത്യേകം വീഡിയോ എടുത്തിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി ഇട്ട പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മാലിന്യങ്ങളാണ്. ഈ ഒരു പോയിന്റിൽ എത്തിയതിന് ശേഷം അവിടെ പ്രത്യേകിച്ചൊന്നും വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നില്ല.
കാരണം ആ ഒരു ലേക്ക് അവർ ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യാൻ മാത്രമല്ല അതിൻ്റെ ആഴം കൂട്ടുകയും അതുപോലെ വെള്ളം ബ്ലോക്ക് ചെയ്ത് അവിടെ പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് അവിടെ പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലേക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വീഡിയോ കിട്ടുമോ എന്നുള്ളത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിശക്തമായ കാറ്റും അതുപോലെ മഴയും ആണ് അവിടുത്തെ മൂടൽ മഞ്ഞും കൊണ്ട് അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലേക്ക് കാണാൻ ഈ ഒരു അവസരത്തിൽ വരണ്ട എന്നുള്ളതാണ് ഇനിയുള്ള യാത്രക്കാരോട് പറയാനുള്ളത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം നടന്നു വന്നതിന് ശേഷം നമുക്കൊന്നും കാണാനില്ല എന്നുള്ള ആ ഒരു മനപ്രയാസം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. കഴിയുന്നതും ആ ഒരു പോയിന്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. റിവേഴ്സ് വാട്ടർഫാളാണ് മറ്റൊന്ന് നമുക്ക് കാണാനുള്ളത്. അതിശക്തമായ കാറ്റ് കാരണം ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം മുകളിലേക്ക് വരുന്ന കാഴ്ചയാണിത്. അത് ഒരു നല്ലൊരു കാഴ്ചയാണ്. അതും മഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ഈ യാത്രകളിലൊക്കെ തന്നെ ഈ ഓരോ വ്യൂ പോയിന്റും നമ്മൾ നടന്നു തന്നെ പോകണം. കുതിരകളെ ആശ്രയിക്കാം, നിറയെ കുതിരകൾ ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ള കുതിരകളെ ആശ്രയിക്കാത്തവർ നടന്നു തന്നെ ഇതുപോലുള്ള വഴികളിലൂടെ നിറയെ കല്ലുകളാണ്. അപ്പം ആ ഒരു വഴിയിലൂടെ തന്നെ നടന്ന് തന്നെ നമുക്ക് എല്ലാ പോയിന്റിലും എത്തണം. മാതേറാനിലെ പ്രസിദ്ധമായ ഇക്കോ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കോട മൂടിക്കിടക്കുന്ന ഈ കാലാവസ്ഥയിൽ ശൈത്യത്തിൽ കുളിർന്നു നിൽക്കുന്ന മാമലയിൽ ഇക്കോ വരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നിറയെ കുരങ്ങന്മാരുള്ള സ്ഥലമാണ്. ഈ കുരങ്ങന്മാരൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിച്ച് ടൂറിസ്റ്റുകൾ തന്നെ ഭക്ഷണം കൊടുത്തിട്ട് നല്ല ഗുണ്ടുകളായ കുരങ്ങുകളാണുള്ളത്. എല്ലാ സാധനങ്ങളും ഇവർ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും. അതുകൊണ്ട് ബാഗ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ കയ്യിൽ വെക്കാതെ അത് ഒന്നുകിൽ തൂക്കി പിടിച്ചിട്ടോ അല്ലെ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചിട്ടോ പിടിക്കുക. കാരണം ഇതിന് നമ്മുടെ ഒരു ദിവസത്തെ യാത്രയുടെ അവസാനത്തെ പോയിന്റായ മലാങ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. അവിടെ വേലി കെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അപ്പുറത്തേക്ക് കടന്ന് ആ സ്റ്റീപ്പായിട്ടുള്ള ചെങ്കുത്തായിട്ടുള്ള ആ കല്ലിൻ്റെ ഒരു വശം വരെ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഉള്ളിലേക്കൂടി പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയും താഴ്ചയും അതുപോലെ അവിടുന്ന് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ചെങ്കുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ തന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററിലധികം നമ്മൾ നടക്കാനുണ്ട്. നടന്നതിന് ശേഷം ഒരു 3/4 മണിക്കൂറോളം നടന്നതിന് ശേഷമാണ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ട് അവിടെയും കാഴ്ചകൾ പരിമിതമായിരുന്നു. എന്നാലും ആ ഒരു മഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകൾ അതിഗംഭീരം, അതിമനോഹരം എന്ന് തന്നെ പറയാം. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കഴിയുന്നതും ആ ഒരു നമ്മുടെ അങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ കെട്ടിവെച്ച ആ ഒരു കമ്പിവേലി കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപകടം ഒരുപാട് ഉള്ളതാണ്. കഴിയുന്നതും അങ്ങോട്ടേക്ക് കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. അന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. രാവിലെയായി, പിറ്റത്തെ ദിവസം രാവിലെയായി. ആ ഒരു രാവിലത്തെ ഒരു മങ്കി പോയിന്റിലേക്കുള്ള ആ ഒരു പോയിന്റിലെ വ്യൂ ആണിത്. ഇവിടെയും നമ്മൾ എത്തിയിരിക്കുന്നത് നടന്ന് തന്നെ വേണം ഇവിടെ എത്താൻ.
നമ്മൾ അന്നത്തെ ദിവസം ഈ മങ്കി പോയിന്റിൽ എത്തിയ ദിവസം കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. കാരണം മഞ്ഞുണ്ടായിരുന്നില്ല. മഞ്ഞുണ്ടെങ്കിലും നമ്മളെ അതൊരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള മഞ്ഞായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ അതിമനോഹരം. വീഡിയോയിൽ കാണുന്നതിനേക്കാളും എത്രയോ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ നമുക്കൊന്നും തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല കോടമഞ്ഞായിരുന്നു. നടന്നു വന്നു എന്നല്ലാതെ അവിടെ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും മഞ്ഞ് മാറുന്ന സമയത്തുണ്ടാകുന്ന ചെറിയൊരു കാഴ്ചകളല്ലാതെ നമുക്ക് വേറെ ഒരു കാഴ്ചകളും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഒരു ഫോട്ടോ കാര്യങ്ങളോ വീഡിയോ ഒന്നും എടുക്കാത്തതിൻ്റെ വിഷമം ഇന്ന് മങ്കി പോയിന്റിൽ എത്തിയതിന് ശേഷം എല്ലാവരും അത് ആസ്വദിച്ചിട്ട് അത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം ഒരുപാട് ട്രക്കിംഗ് തന്നെ പറയാം, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടും ഒരുപാട് നടന്നിട്ടും ഇതൊന്നും തന്നെ കാണാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം തീർക്കുകയാണ് എല്ലാവരും. മങ്കി പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ടോയ് ട്രെയിൻ പിടിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ തിരിച്ച് നടക്കുകയാണ് അങ്ങോട്ടേക്ക്. തന്നന്നം താനന്നം താനത്തിലാടി ഊഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈകിളികൾ. മാതേരൻ മാർക്കറ്റ് എത്താൻ പോവുകയാണ് നമ്മൾ. ബാഗിൻ്റെ നല്ല കളക്ഷൻസ് അവിടെയുണ്ട്. വേറെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ അവിടെ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യവും കുതിരകളാണ്. കുതിരനെ കൊണ്ടല്ല നമുക്ക് ബുദ്ധിമുട്ട്. കുതിരയുടെ ചാണകം അവിടെ എല്ലാ വെള്ളത്തിലൊക്കെ കലർന്നിട്ടുണ്ടാവും. അത് ചവിട്ടിയിട്ട് വേണം നമ്മൾ പോകാൻ.
ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് ടിക്കറ്റ് എടുക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പേര് 9 പേര് ടിക്കറ്റ് എടുക്കാൻ പോയി. കാരണം ഒരാൾക്ക് 4 ടിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഭക്ഷണമൊക്കെ കഴിഞ്ഞു നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തി. സ്റ്റേഷനിൽ നിന്ന് ഇപ്പം വണ്ടി വരാൻ എല്ലാവരും തയ്യാറെടുപ്പിലാണ്. വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ട്രെയിനിൻ്റെ ടൈമിങ്സും അതുപോലെ റേറ്റും ഈ ഒരു വീഡിയോൻ്റെ ക്ലിപ്പിങ്സിലുണ്ട്. അത് നോക്കിക്കോളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഇവിടത്തേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് എടുത്ത് നിങ്ങൾ നോക്കിയിട്ട് വെച്ചാൽ മതി. നമുക്ക് ആ യാത്ര നമുക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റും റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ അവരിട്ടിട്ടുണ്ട്. ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഇനി വീഡിയോ ഫോട്ടോ എല്ലാവരും ഇത് എടുക്കുകയാണ്. ആ ഒരു ടോയ് ട്രെയിനിൻ്റെ ആ ഒരു മായാജാലത്തിൽ തന്നെ പറയാം, എല്ലാവരും അതിലാണുള്ളത്. ട്രെയിനിൻ്റെ ഉൾവശം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു. ട്രെയിനിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപായിട്ട് അവിടെയുള്ള ആ ജനത്തിരക്കാണ്. നിറയെ കേരളത്തിലെയും അതുപോലെ ബോംബെയിലെയും ആൾക്കാരാണ്. ഇതാണ് ട്രെയിനിൻ്റെ ഉൾവശം. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു, ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊന്നും ആരും ചെക്ക് ചെയ്യാനൊന്നും വരുന്നൊന്നുമില്ല. ടിക്കറ്റ് എടുക്കാതെ കയറാൻ പറ്റുമോ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് അങ്ങനെയും കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ആരും ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ വന്നിട്ടില്ല നമ്മുടെ അടുത്ത്. ഒരു 15 മുതൽ 18 മിനിറ്റ് വരെയാണ് യാത്ര ദൈർഘ്യം. അത് 20 മിനിറ്റ് വരെ പോയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ട്രെയിൻ പോകുന്നത്. കാരണം നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് ഇതിന്. ഇതിൽ മറ്റൊരു കാര്യം, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ഇവിടെ ഈ ഒരു വീഡിയോയിലും പറയുകയാണ്, ഈ ഒരു മാതേരൻ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്സ് ആദ്യം നമ്മൾ പറയാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം നെഗറ്റീവ്സ് പറയാതിരുന്നതാണ്. എന്നാലും പറയുകയാണ്, അവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, മലയാളി ബോംബെ സ്റ്റുഡൻസിനും അതുപോലെ മലയാളി സ്റ്റുഡൻസിനും സ്വാഗതം മാതേരനിലേക്ക്. അത് ഞാൻ ശ്രദ്ധിച്ചത് ഈ രണ്ടാമത്തെ നമ്മുടെ മങ്കി പോയിന്റിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ആ ഒരു ഫ്ലക്സ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും മലയാളികളും അതുപോലെ ഹിന്ദി സംസാരിക്കുന്നവരുമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള നിറയെ വേസ്റ്റുകൾ കൊണ്ട് ഈ ഒരു ഹിൽ സ്റ്റേഷൻ നിറഞ്ഞു കിടക്കുകയാണ്. അത് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഇട്ടിട്ടില്ല. കാരണം അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആവണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് എൻ്റെ നാട്ടുകാരോട്, അതായത് മലയാളികളോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, നമ്മൾ പോകുന്ന ഇടം നമ്മൾ വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കുക. അവിടെ പെട്രോൾ വണ്ടികൾ ഒന്നും തന്നെ കടത്തിവിടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ആ ഒരു സ്ഥലം ഇത്രയും മോശമാക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ ഒരുക്കാതിരിക്കുന്നതിൽ ഏറ്റവും നല്ലത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. പക്ഷേ ആ സ്റ്റേഷനടക്കം, റെയിൽവേ സ്റ്റേഷനടക്കം എല്ലാ മാലിന്യങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ പട്ടിയും കുരങ്ങും ഒരു പരിധിയിലധികം അവിടെയുണ്ട്. അതിനും കാരണം നമ്മൾ പോലെയുള്ള ടൂറിസ്റ്റുകളാണ്. നമ്മൾ കഴിക്കുന്നത് എന്തും അവർക്ക് കൂടി ഷെയർ ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ടാണ് അവിടെ അത്രയും അധികം പട്ടിയും അതുപോലെ കുരങ്ങുകളും ഉള്ളത്. റെയിൽവേ സ്റ്റേഷനടക്കം, പൻവേൽ റെയിൽവേ സ്റ്റേഷനടക്കം പട്ടികളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴിയുന്നതും നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടുകൾ, ഞാൻ പറയുന്നത് കേൾക്കുന്നത് ആർക്കും താല്പര്യമുണ്ടാവില്ല, എങ്കിലും നമ്മളായിട്ട് പോകുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളായും അല്ലെങ്കിലും നമ്മൾ ആ ഒരു പ്രകൃതിയുടെ ഭംഗി, പ്രകൃതിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്ന ആ ഭംഗി കാണാൻ വേണ്ടി, ആ നേച്ചർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ അത്രയും ആ ഒരു പ്രകൃതി ഭംഗി, പ്രകൃതിനെ ഒരു മലിനപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു നല്ല ടൂറിസ്റ്റിന് ചേരുന്നതല്ല. വളരെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കാണ് മാതേരാൻ. അതിൻ്റെ പ്രകൃതി ഭംഗി മാത്രമാണ് അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ളത്.
മാത്തേരാനിൽ ഇത് മാത്രമല്ല കാഴ്ചകളുള്ളത്, ഞാൻ ഈ പോയ സ്ഥലങ്ങൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് നല്ല നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതും നിങ്ങൾ കവർ ചെയ്ത് കമൻ്റായിട്ട് ഇട്ടോളൂ. നമ്മൾ ഇതുവരെ കാണാത്തത്, നമ്മൾ പോയിട്ട് കാണാത്ത വ്യൂ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ. നമുക്കും അത് കാണാമല്ലോ. ഇനി അവിടെ പോയിട്ട് രണ്ടാമതും അത് പോയിട്ട് കാണാനുള്ള സാധ്യത കുറവായ സ്ഥിതിക്ക് ആ ഒരു വ്യൂ പോയിന്റ് നമുക്ക് ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. ഏകദേശം നമ്മൾ ടോയ് ട്രെയിനിലെ യാത്ര കഴിയാറായി, സ്റ്റേഷൻ എത്താനായി. അമാൻ ലോഡ്ജ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം താഴേക്ക് കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. ദസ്തൂരി നാഗയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞതുപോലെ, വീഡിയോയിൽ പറഞ്ഞതുപോലെ, അവിടെ എത്തിയതിന് ശേഷം ഷെയർ ടാക്സിയിൽ വേണം നമ്മൾ നേരാലിലെത്താൻ. നേരാലിലെത്തി നമ്മൾ ബസ് വഴി പൻവേലെത്തി, അവിടുന്ന് ട്രെയിൻ വഴി നമ്മൾ സ്വന്തം നാട്ടിലേക്ക് തിരിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും, എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഇറങ്ങിയിട്ടില്ലേ? നല്ല മഴയാണ്, മഞ്ഞുണ്ട്, നടക്കണം, വഴുക്കലുള്ള സ്ഥലങ്ങളുണ്ട്, ഉരുളൻ കല്ലുകളാണ്, അതുപോലെ അപകടം പിടിച്ച സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് മാതരയിൽ പോയി സേഫായിട്ട് തിരിച്ചു വരിക, സുരക്ഷിതമായിട്ട് പോയിട്ട് സുരക്ഷിതമായിട്ട് തിരിച്ചു വരിക. താങ്ക് യു ഓൾ.